ഹായ്, ഓപ്ഷൻ ട്രേഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു ജീവിതം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഒരു സ്വപ്നമാണല്ലേ? ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര ചിലപ്പോൾ സങ്കീർണമായി തോന്നാം. ഓപ്ഷൻ ട്രേഡിംഗ് വെറും ഒരു ഇൻവെസ്റ്റിംഗ് മാത്രമല്ല, നമ്മുടെ ഭാവിയെക്കുറിച്ച് പഠിക്കാനും സമ്പത്ത് വളർത്താനും ഉള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഞാനും കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് സ്വന്തമായി ഒരു സാമ്പത്തിക ഭാവിയുടെ അടിത്തറ കെട്ടിപ്പടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ജീവിതത്തിലെ സുരക്ഷിതത്വത്തിലേക്കും സന്തോഷത്തിലേക്കും നമുക്ക് ഒരുമിച്ച് നടക്കാം. ഇന്ന് ഒരുപാട് പേർക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. വെറും ഇൻഡിക്കേറ്റേഴ്സ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ യഥാർത്ഥ മൂവ്മെന്റ് നഷ്ടപ്പെടും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ സ്ട്രാറ്റജിയെ കുറിച്ചാണ്. പ്രൈസ് ആക്ഷനും മാഗ്ഡിയും എങ്ങനെ കമ്പൈൻ ചെയ്യാം എന്ന്. ഇത് വെറും ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി അല്ല, എൻട്രി എക്സിറ്റ് പ്ലാനുകളും റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്ന, അതായത് സ്റ്റോക്കിലും ഓപ്ഷനിലും സിംഗ് ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന കംപ്ലീറ്റ് ഗൈഡ് ആണ് ഇത്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് പ്രൈസ് ആക്ഷൻ? ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കാതെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻ, ട്രെൻഡ് ലൈൻസ്, പാറ്റേൺസ്, വോളിയം ഇവയെല്ലാം നോക്കി മാർക്കറ്റിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുന്ന രീതിയാണ് പ്രൈസ് ആക്ഷൻ. ഇത് മാർക്കറ്റിന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ സഹായിക്കും. പ്രൈസ് ആക്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഐ ബട്ടണിൽ വയ്ക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ആക്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ധാരണ കിട്ടും. വാട്ട് ഈസ് മാഗ്ഡി? മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. പേര് കേട്ട് നിങ്ങൾ മേടിക്കണ്ട. ഇതൊരു ട്രെൻഡ് ഫോളോയിങ് മൊമെന്റം ഓസിലേറ്റർ ആണ്. ലളിതമായിട്ട് പറഞ്ഞാൽ രണ്ട് മൂവിംഗ് ആവറേജിന്റെ അല്ലെങ്കിൽ EMIs, എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന്റെ വ്യത്യാസം കാണിക്കുന്നു. ഈ വ്യത്യാസം ഉപയോഗിച്ച് സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ട്രെൻഡിന്റെ ദിശയും അതിന്റെ ശക്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ഇതിൽ പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒരു മാഗ്ഡി ലൈൻ, ഒരു സിഗ്നൽ ലൈൻ, ഒരു ഹിസ്റ്റോഗ്രാം. ആ സെൻട്രൽ കാണുന്ന 0 ലൈനിന് മുകളിലോട്ട് ഉള്ള ബാറുകളും താഴോട്ടുള്ള ബാറുകളും അളക്കുന്നത് മാഗ്ഡി ലൈനും സിഗ്നൽ ലൈനും തമ്മിലുള്ള വ്യത്യാസമാണ് അത് അളക്കുന്നത്. അത് നമുക്ക് ബയ്യർമാരുടെയും സെല്ലർമാരുടെയും സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതായത് 0 ലൈനിന് മുകളിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ, ആ ബാറുകളിൽ മുകളിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ബുള്ളിഷ് മൊമെന്റം, അതേപോലെ 0 ലൈനിന് താഴോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ബിയറിഷ് മൊമെന്റം. അതായത് 0 ലൈനിന് മുകളിലോട്ട് ബാറുകൾ നീങ്ങിക്കഴിഞ്ഞാൽ മൊമെന്റം കൂടുക എന്നാണ് അതിന്റെ മീനിങ്. അതേപോലെ 0 ലൈനിന് താഴോട്ട് ബാറുകൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് മൊമെന്റം കുറയുക എന്നാണെന്നാണ് നമുക്ക് കാണിച്ചിരുന്നത്. മാഗ്ഡി ലൈനിനെ സിഗ്നൽ ലൈന് ക്രോസ് ചെയ്യുമ്പോൾ, അതായത് നീല ലൈനിനെ ചുമന്ന ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ബൈ സിഗ്നൽ തരുന്നു. അതുപോലെ തിരിച്ചും നീല ലൈനിനെ ചുമന്ന ലൈൻ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൽ സിഗ്നൽ തരുന്നു. അപ്പോൾ നമുക്ക് മൊമെന്റം നോക്കിക്കഴിഞ്ഞാൽ 0 ലൈനിന് മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ് മൊമെന്റവും, അതേപോലെ 0 ലൈനിന് താഴോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മൊമെന്റം ആണ്. അപ്പോൾ നമുക്ക് ബൈ സിഗ്നൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ കൺഫർമേഷൻ ആയി. എന്തുകൊണ്ട് ഇവയെ നമ്മൾ ഒരുമിപ്പിക്കണം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ആക്ഷൻ നമുക്ക് മാർക്കറ്റിന്റെ യഥാർത്ഥ ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തരും. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻ, കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഇവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ പിക്ചർ, മാർക്കറ്റിന്റെ ക്ലിയർ പിക്ചർ നമുക്ക് തരും. എന്നാൽ മാഗ്ഡി ഒരു കൺഫർമേഷൻ ടൂൾ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ട്രെൻഡിന്റെ സ്ട്രെങ്ത്, ട്രെൻഡ് റിവേഴ്സൽ സാധ്യതകൾ നമുക്ക് മാഗ്ഡിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ആക്ഷൻ തരുന്ന സിഗ്നലുകൾക്ക് മാഗ്ഡി ഒരു ഫിൽട്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇത് നമ്മുടെ ട്രേഡുകളുടെ വിൻ റേറ്റ് കൂട്ടാൻ സഹായിക്കും. അതോടൊപ്പം ഫാൾസ് സിഗ്നൽസ് ഒഴിവാക്കാനും സാധിക്കും. എങ്ങനെ കൃത്യമായി എൻട്രി എടുക്കാം? ഇവിടെ നമ്മൾ പ്രൈസ് ആക്ഷൻ സിഗ്നലുകളും മാഗ്ഡി സിഗ്നലുകളും ഒരുമിച്ച് ഉപയോഗിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സപ്പോർട്ട് ലെവൽ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ, അതായത് ഹാമർ അല്ലെങ്കിൽ എൻഗൾഫിംഗ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാറ്റേൺ രൂപപ്പെട്ടു. അത് നമുക്ക് പ്രൈസ് ആക്ഷൻ വഴിയുള്ള ബൈയിങ് സിഗ്നൽ ആണ്. എക്സാമ്പിൾ നമുക്ക് ചാർട്ട്, റിയൽ വേൾഡ് ചാർട്ട് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സാധ്യതയുള്ള സെറ്റപ്പ് കണ്ടെത്തണം. ICICI ബാങ്കിന്റെ സ്റ്റോക്കാണിത്. 1 ഡേ ടൈം ഫ്രെയിം ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, 1200 രൂപ പ്രൈസ് റേഞ്ചിൽ ശക്തമായ ഒരു സപ്പോർട്ട് ലെവൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ വില 1200 രൂപ ലെവലിൽ നിന്ന് പലതവണ പ്രൈസ് തിരിച്ചു പോവുകയും മുമ്പ് ഈ വിലയിൽ നിന്ന് ക്ഷണം ഉണ്ടായിട്ടുണ്ട്. ഇത് വാങ്ങുന്നവരും വിൽക്കുന്നവരും താല്പര്യം കാണിക്കുന്ന ഒരു പ്രധാന
മേഖലയാണെന്നാണ് നമ്മളോട് പറയുന്നത്. ഇവിടെയാണ് പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ കടന്നു വരുന്നത്. വില നമ്മുടെ സപ്പോർട്ട് സോണിൽ തട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല, നമുക്ക് കൺഫർമേഷൻ ആവശ്യമാണ്. നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകളും ട്രെൻഡ് ലൈനുകളും ഹയർ ഹൈസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചാർട്ട് ഫുള്ളായിട്ടൊന്ന് റീഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രി സെറ്റപ്പുകൾ കണ്ടെത്താം. ഞാൻ ഈ റൗണ്ട് മാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിച്ചോളണം. അവിടെയുള്ള ക്യാൻഡിൽ പാറ്റേൺസ് ശ്രദ്ധിക്കുക. ഉണ്ടോ? ഈവനിങ് സ്റ്റാർ, ബുള്ളിഷ് എൻഗൾഫിംഗ്, ബീറിഷ് ഹറാമി, ഹാമർ, ഇങ്ങനെ പലതരം പാറ്റേണുകൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. വില നമ്മുടെ സപ്പോർട്ട് സോണിൽ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിരിക്കണം. ഈ ക്യാൻഡിൽസ് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന്. അതായത് വാങ്ങുന്നവർ ശക്തമായി കടന്നു വരുന്നുണ്ട്, അതോ വിൽക്കുന്നവർ ഇപ്പോഴും നിയന്ത്രണത്തിലാണോ എന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് സപ്പോർട്ട് ലൈൻസ്, ട്രെൻഡ് ലൈൻസ്, ക്യാൻഡിൽ പാറ്റേൺസ്, അതായത് പ്രൈസ് ആക്ഷൻ പാറ്റേൺസ് വെച്ച് നമുക്ക് അവിടെ ശക്തമായ ബയർമാരുടെ മുന്നേറ്റം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ തരുന്ന ഒരു എൻട്രി സിഗ്നലാണ് ഈ സപ്പോർട്ട് സോണിൽ ഉണ്ടാക്കുന്ന ക്യാൻഡിൽ സിഗ്നൽസ്. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ബുള്ളിഷ് എൻഗൾഫിംഗ്, അത് സപ്പോർട്ട് സോണിൽ തട്ടി രൂപപ്പെട്ടതിന് ശേഷം പ്രൈസ് നീണ്ട ഒരു നീക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പല സ്ഥലങ്ങളിലും ബൈ എൻട്രിക്കുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഹാമർ കണ്ടതിന് ശേഷം ഒരു ബൈ സെറ്റപ്പ് ഉണ്ട്, ഒരു നീണ്ട പ്രൈസിന്റെ നീക്കം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തിരിച്ചും നമുക്ക് എല്ലാ സാഹചര്യത്തിലും ഓപ്ഷനിലാണെങ്കിൽ കോളും പുട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പം റിവേഴ്സ് വരുമ്പോഴത്തേക്കും, താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബൈ സെറ്റപ്പും ഉണ്ട്, അതേപോലെ സെൽ സെറ്റപ്പും ഉണ്ട്. അതേപോലെ തന്നെ സപ്പോർട്ട് സോണിൽ വരുമ്പോഴും നമുക്ക് ബൈ സെറ്റപ്പും ഉണ്ട്, സെൽ സെറ്റപ്പും ഉണ്ട്. അത് നമുക്ക് ഓപ്ഷൻ സ്ട്രാറ്റജീസ് പഠിക്കുമ്പോൾ മനസ്സിലാവും. പ്രൈസ് ആക്ഷൻ വഴി എടുത്ത് നമുക്ക് ഈ ക്യാൻഡിൽ കൺഫർമേഷൻ കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള എൻട്രി സിഗ്നൽസ് ഏകദേശം പ്രൈസ് ആക്ഷൻ്റെ ആയിട്ടുണ്ട്. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകളിൽ പല ക്യാൻഡിലുകളും കാണാം. പിൻ ബാർ പാറ്റേൺ, ബുള്ളിഷ് ഹറാമി, അതേപോലെ ബീറിഷ് ഹറാമി, അതേപോലെ മാർക്കറ്റിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന കുറേ പാറ്റേണുകൾ. ഇത് ഒന്നുകിൽ ശക്തമായ തുടർച്ച അല്ലെങ്കിൽ പ്രൈസ് റിവേഴ്സൽ ആണ് മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സപ്പോർട്ട് സോണിൽ ഉണ്ടാക്കുന്ന ബുള്ളിഷ് പാറ്റേണുകൾ അടുത്ത് പ്രൈസ് റിവേഴ്സൽ, അതായത് ഏത് ദിശയിലായിട്ടാണോ പോകുന്നത് അതിന്റെ മറുസൈഡുള്ള ദിശയിലോട്ടുള്ള നീക്കത്തിനുള്ള സൂചനയാണ്. ഈ ക്യാൻഡിലിന്റെ, ഈ ഹാമർ ക്യാൻഡിലിന്റെ വിക്ക് നമ്മൾ സൂചിപ്പിക്കുന്നത് അതൊരു സപ്പോർട്ട് സോൺ ആണ്. ആൾറെഡി ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു, പിന്നെ അത് സപ്പോർട്ട് സോൺ ആയ മേഖലയാണ് ഈ മേഖല. അതായത് 1240 രൂപ റേഞ്ച്, 40 തൊട്ട് 50 രൂപ, ആ റേഞ്ചിനകത്തുള്ള പ്രൈസ് അവിടെ നല്ല റിജക്ഷൻ കാണിക്കുന്നുണ്ട്. വേണ്ട, ഈ പാറ്റേൺ ഫാളിംഗ് വെഡ്ജ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഹാമർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വിക്ക് പ്രൈസ് നല്ല റിജക്ഷൻ ഫോം ആയിട്ടുണ്ട്. അവിടെ അടുത്ത പ്രൈസ് ഒരു മുകളിലോട്ടുള്ള ഒരു നീക്കത്തിനുള്ള സാധ്യതയാണ് നമുക്ക് അവിടെ കാണുന്നത്. അതായത് ഒരു നമ്മുടെ സപ്പോർട്ട് സോണിന്റെ ശക്തി അവിടെ സ്ഥിരീകരിക്കുന്നു ഈ ഏരിയയിൽ. അപ്പോ ഈ ശക്തമായ കൺഫർമേഷൻ അടിസ്ഥാനമാക്കി നമ്മുടെ എൻട്രി ട്രിഗർ ചെയ്തു കഴിഞ്ഞാൽ, അതായത് നമുക്ക് നമ്മുടെ മൂലധനം, അതായത് നമ്മളെ ക്യാപിറ്റൽ സംരക്ഷിക്കാനുള്ള സ്റ്റോപ്പ് ലോസ്, പിന്നെ റിസ്ക് റിവാർഡ്, അതായത് നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഇവിടെ നിന്നുള്ള ഈ നീക്കത്തിൽ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഒരു ട്രേഡിൽ മുടക്കുന്ന നഷ്ടസാധ്യത അത് നമ്മൾ ഈ ക്യാൻഡലിനെ താഴ്വശത്തോ അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയക്ക് താഴെ എവിടെയെങ്കിലും നമ്മൾ ഫിക്സ് ചെയ്യും. അതാണ് നമ്മുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ. അപ്പോൾ അതെല്ലാം നമ്മൾ അത് നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പൊ നോക്കി എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. അതായത് റിവേഴ്സ് ഉണ്ടാക്കിയ ഹൈ ഏരിയ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. അപ്പോൾ ഇതാണ് പ്രൈസ് ആക്ഷൻ വഴിയുള്ള കൺഫർമേഷൻ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് മാഗ്ഡിയുടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊമെന്റവും മറ്റ് അടുത്ത് നമ്മളെ പ്രൈസ് ആക്ഷൻ വഴിയുള്ള കൺഫർമേഷന് നമുക്ക് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് മാഗ്ഡി നമ്മളെ സഹായിക്കും.
അപ്പൊ നമുക്ക് MACD കൺഫർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഈ എൻട്രി സെറ്റപ്പ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ എൻട്രി സെറ്റപ്പ് നമുക്ക് മാത്തമാറ്റിക്കലി കൂടെ ഒന്ന് പ്രോബബിലിറ്റിക്കലി നമുക്കൊന്ന് ശക്തമായിട്ട് ഉറപ്പിക്കാൻ നമ്മളെ MACD സഹായിക്കും. നമ്മൾ പറഞ്ഞ വിഷയമാണ്. അപ്പൊ നമുക്ക് MACD എങ്ങനെയാണ് നമുക്ക് അത് കൺഫേം ചെയ്യാൻ സഹായിക്കുന്നത്? അതായത് ഈ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള പ്ലേസിലൊക്കെ എൻട്രി എക്സിറ്റ് സ്പേസുകളാണ്. അപ്പം ഈ സാധ്യതകളെ നമുക്ക് ഉറപ്പിക്കാൻ നമ്മളെ MACD സഹായിക്കും. MACD എങ്ങനെയാണ് കൺഫർമേഷൻ ചെയ്യണമെന്ന് നമുക്ക് വിശദമായിട്ട് അതും കൂടെ ഒന്ന് നോക്കാം. MACD കൺഫർമേഷൻ. അതേസമയം MACD ലൈനിനെ സിഗ്നൽ ലൈൻ ക്രോസ് ഓവർ ചെയ്യുകയും ഹിസ്റ്റോഗ്രാം പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യുകയാണെങ്കിൽ ഇത് പ്രൈസ് ആക്ഷൻ സിഗ്നലിനുള്ള ഒരു കൺഫർമേഷൻ ആണ് MACD നമുക്ക് തരുന്നത്. ഇതൊരു സ്ട്രോങ് കൺഫർമേഷൻ ആണ്. ഈ കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് എൻട്രി എടുക്കാം. ഇത് ചാർട്ടിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. MACD കൺഫർമേഷൻ. നമ്മൾ നോക്കിയ പ്രൈസ് ആക്ഷൻ എൻട്രിക്ക് കൂടുതൽ ശക്തി നൽകുന്നത് MACD ആണ്. ഉയർന്ന സാധ്യതയുള്ള ട്രെൻഡുകൾ കണ്ടെത്താൻ നമ്മൾ പ്രധാന പ്രൈസ് ആക്ഷൻ സിഗ്നലുകളെ MACD ഇൻഡിക്കേറ്ററിന്റെ മൊമെന്റം കൺഫർമേഷനുമായി സംയോജിപ്പിക്കും. നമ്മൾ പ്രൈസ് ആക്ഷൻ വഴി കണ്ടെത്തിയ എൻട്രി എക്സിറ്റ് സെറ്റപ്പുകൾ അല്ലെങ്കിൽ ടാർഗറ്റുകൾ അത് നമുക്ക് MACD നമുക്ക് അധിക ശക്തമായ ഉറപ്പ് നമുക്ക് MACD തരും. പ്രൈസ് ആക്ഷൻ സിഗ്നലിനെ MACD കൺഫേം ചെയ്യും. അതായത് MACD സിഗ്നൽ ലൈൻ ക്രോസ് ഓവർ ചെയ്യുക, ഇവിടെ നോക്കണ്ട, MACD സിഗ്നൽ ലൈൻ ഇവിടെ ക്രോസ് ഓവർ ചെയ്യുകയും, അതായത് ഈ ചുമന്ന ലൈന് നമുക്ക് ഏത് കളറിലോട്ടാണോ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് ആ നീല ലൈൻ കണ്ടോ, അത് നമുക്ക് ക്രോസ് ചെയ്ത് മുകളിലോട്ട് നീങ്ങുമ്പോൾ അവിടെ ഒരു ബൈ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് MACD ഇൻഡിക്കേറ്റർ. നമ്മൾ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ കണ്ട ക്രോസ് ചെയ്യുമ്പോൾ, അതുപോലെ സീറോ ലൈനിന് മുകളിലോട്ടാണ് നീങ്ങണമെങ്കിൽ ബുള്ളിഷ് മൊമെന്റം ആണ്. ബാറുകളുടെ നീളം, അതായത് ഹൈറ്റ് കൂടി വരുന്നത്, അതായത് മൊമെന്റം കൂടുകയാണ്. അത് മൊമെന്റം കുറയുമ്പോൾ അവിടെ കളർ ചേഞ്ച് ആവണമെന്ന് നമുക്ക് കാണാം. അതായത് കണ്ട ഇവിടെ കണ്ട ആ കളറ് വന്നിട്ട് അത് ഹൈ ആയതിനു ശേഷം ഡൗൺ ആകുമ്പോൾ കളർ വീണ്ടും മാറി വരികയാണ്. അത് കഴിഞ്ഞ് സീറോ ലൈനിന് താഴോട്ടാകുമ്പോൾ മൊമെന്റം ഫുള്ളും കുറഞ്ഞ് സീറോ ലൈനിന് താഴോട്ട് നീങ്ങുകയാണ്. അപ്പൊ ആ മൊമെന്റം കുറയണതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ആ പരിധികൾ നമുക്ക് ബാർ വഴി അറിയാൻ സാധിക്കും. അപ്പോൾ ഹിസ്റ്റോഗ്രാം പോസിറ്റീവായ നീക്കം, അതായത് സീറോ ലൈനിന് മുകളിലോട്ടാണെങ്കിൽ നമുക്ക് അവിടെ മൊമെന്റം പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്രോസ് ഓവർ കൂടെ തന്നു കഴിഞ്ഞാൽ, ആ നീല ലൈന് റെഡിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബൈ സിഗ്നലുമായി. അപ്പൊ നമുക്ക് പ്രൈസ് ആക്ഷന് മാത്തമാറ്റിക്കലി ഉള്ള പ്രൂവ് ചെയ്യാണ്, അതായത് ഫിൽട്ടർ ചെയ്യാണ്. അതായത് നമ്മളെ പ്രൈസ് ആക്ഷൻ MACD അവിടെ ഉറപ്പിക്കുകയാണ് എൻട്രി. അപ്പൊ നമുക്ക് ആ നീക്കം എടുക്കാം. ഇവിടെ നോക്കിക്കോ, കണ്ടോ, ഇവിടെ ഒരു എൻട്രി സെറ്റപ്പ് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു എൻട്രി സെറ്റപ്പ് ഉണ്ട്, അതേപോലെ ഇവിടെ എക്സിറ്റിന്റെ സിഗ്നലാണ്. അപ്പൊ നമുക്ക് ഈ MACD ഇൻഡിക്കേറ്ററിന്റെ വ്യക്തമായിട്ട് പ്രൈസ് ആക്ഷനുമായിട്ട് നമ്മൾ കൺഫ്ലുവൻസ് ചെയ്യുമ്പോൾ, അതായത് സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള എൻട്രി എക്സിറ്റ് പ്ലാൻ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മളെ വിൻ റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ അത്ര ശക്തമാണ് ഈ ട്രേഡിംഗ് സിസ്റ്റം. നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസും നമ്മൾ തന്ത്രപരമായി വെക്കണം. അതായത് നമ്മള് എൻട്രി സെറ്റപ്പ് നമ്മൾ മനസ്സിലാക്കി, പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്തു, അപ്പോൾ നമ്മൾ ഓൺ ഗോയിങ് ചാർട്ട് നമ്മൾ റീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ ട്രേഡും നമ്മൾ എൻ്റർ ആകുമ്പോൾ നമ്മൾ എക്സിറ്റ് ക്ലിയർ ലെവലിൽ വെക്കണം. അല്ലെങ്കിൽ MACDയും പ്രൈസ് ആക്ഷനും ശക്തമായി സ്ഥിരീകരിച്ച പ്രധാന സപ്പോർട്ട് ലൈനിന്റെ താഴെ ആയിരിക്കണം നമ്മുടെ പരമാവധി റിസ്ക് നിർവചിക്കേണ്ടത്. അതായത് MACDയും പ്രൈസ് ആക്ഷനും തന്ന നമ്മളെ സപ്പോർട്ട് ഏരിയയുടെ തൊട്ട് താഴ്ന്ന ഭാഗങ്ങളിൽ അവിടെ നമ്മൾ റിസ്ക് റിവാർഡ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് അത് അങ്ങോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് MACD എങ്ങനെയാണ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ടാർഗറ്റിനായി അടുത്ത പ്രധാന റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ ഒരു മുൻ സ്വിംഗ് ഹൈ കണ്ട, ഈ ഏരിയ കണ്ട, അതായത് ഒരു സ്വിംഗ് ഹൈ ഏരിയ. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. കണ്ടോ, ഇത് തന്നെ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്ന നല്ല ട്രേഡ് ആയിരിക്കും. അതായത് 1:3, 4 ഒക്കെ തരുന്ന ഏരിയ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഏരിയയിൽ കറക്റ്റ് ആയിട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ, അതിപ്പോ സ്റ്റോക്കിലാണെങ്കിലും ഓപ്ഷനിലാണെങ്കിലും നമുക്ക് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ തരുന്ന നല്ല എൻട്രി സെറ്റപ്പ് ആണ് ഇത്. അതായത് നല്ല ഫിൽട്ടർ ആയി നമുക്ക് കറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാം. അപ്പം നമുക്ക് ഈ ഏരിയയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് റിസ്ക് റിവാർഡ് ഫിക്സ് ചെയ്യാം. 1:3,
1:2 ഒക്കെ ഷുവർ ആയിട്ട് കിട്ടുന്ന ഏരിയ ആണ്. അതിൽ കൂടുതൽ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഏരിയ ആണ്. കണ്ടോ, നമുക്ക് നമ്മളെ പല രീതിയിൽ നമുക്ക് നല്ല ബ്രേക്കൗട്ടുകൾ കിട്ടാം, ചെറിയ പ്രോഫിറ്റുകൾ കിട്ടാം, ചിലപ്പം സ്റ്റോപ്പ് ലോസ് പോവാം. അപ്പം ടോട്ടലി നമുക്ക് നന്നായിട്ട് വിൻ റേറ്റ് കൂട്ടാൻ സാധ്യതയുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റമാണിത്. ഈ പ്രൈസ് ആക്ഷനും മാഗ്ഡി ഇൻഡിക്കേറ്ററും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഇതിനകത്തുള്ള പ്രധാന ലെസൺസ് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, പ്രധാന പാഠങ്ങൾ എന്താണൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാന ലെവലുകൾ, കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ കൃത്യമായിട്ട് മുന്നേ ഐഡന്റിഫൈ ചെയ്യുക. അതായത് നമ്മളൊരു ട്രേഡിൽ എൻ്റർ ആവുന്നതിന് മുമ്പേ കീ സപ്പോർട്ട് സോൺ ആൻഡ് റെസിസ്റ്റൻസ് സോൺസ്, ട്രെൻഡ് ലൈൻസ്, പാറ്റേൺസ്, ഇതെല്ലാം നമ്മൾ ചാർട്ടിൽ റീഡ് ചെയ്ത് കണ്ടെത്തുക. ഒന്നാമത് നമ്മളിപ്പോ പറഞ്ഞ ഈ പ്രധാന സപ്പോർട്ട് ഏരിയയിൽ നമ്മളെ സിഗ്നൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. അല്ലെങ്കിൽ വേറെ ചാർട്ട് റീഡ് ചെയ്ത് നമ്മൾ കണ്ട ഒരുപാട് സ്റ്റോക്കുകളുണ്ട്, ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇതിൽ തന്നെ എൻട്രി എടുക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ചാർട്ട് റീഡ് ചെയ്ത് നമ്മളെ സിഗ്നൽസും നമ്മളെ ട്രേഡിംഗ് സിസ്റ്റം നമുക്ക് തരുന്ന സിഗ്നൽസ് ഉറപ്പിച്ചതിന് മാത്രം എൻട്രി എടുക്കുക. അപ്പൊ നമുക്ക് വിൻ റേറ്റ് കൂട്ടാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ 10 ട്രേഡ് എടുക്കുന്നതിൽ ചിലപ്പോൾ 9 റെഡി ആവാം, ചിലപ്പോൾ 8 റെഡി ആവാം, ചിലപ്പോൾ 10 റെഡി ആവാം. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മൾ കൃത്യമായ എൻട്രി സെറ്റപ്പിന് നമ്മൾ വെയിറ്റ് ചെയ്യുക. പക്ഷെ 100% വിന്നിങ് പ്രോബബിലിറ്റി ഉള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റവും ലോകത്ത് നിലനിൽക്കുന്നില്ല. നമ്മൾ പ്രൈസ് ആക്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. വീഡിയോ ഞാൻ ടെക്നിക്കൽ അനാലിസിസിനകത്ത് പ്രൈസ് ആക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. അപ്പൊ പ്രൈസ് ആക്ഷൻ വെച്ച് നമുക്ക് വിൻ റേറ്റ് കൂട്ടാം. അതായത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മളെ എൻട്രി സെറ്റപ്പിനുള്ള കാര്യങ്ങളെല്ലാം വന്ന് സിഗ്നൽസ് എല്ലാം കിട്ടിയതിന് ശേഷം, നമ്മളെ എൻട്രി സെറ്റപ്പിനുള്ള സിഗ്നൽസ് എല്ലാം കിട്ടിയതിന് ശേഷം എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിൻ റേറ്റ് കൂട്ടാൻ സാധിക്കും. ട്രേഡിംഗ് എന്ന് പറയുന്നത് സിഗ്നൽസ് കണ്ടെത്തുന്നത് മാത്രമല്ല, നമ്മുടെ കൃത്യമായ സപ്പോർട്ട് സോണുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ എൻട്രി സെറ്റപ്പുകളിൽ കൺഫ്ലുവൻസ് കണ്ടെത്തുക. അതായത് ഒന്നിലധികം സിഗ്നൽസ് കണ്ടെത്തുക. പ്രൈസ് ആക്ഷൻ, ഇൻഡിക്കേറ്റേഴ്സ്, പല ഫാക്ടേഴ്സ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ചാർട്ട് റീഡിങ്ങിന്റെ പുതിയ കുറേ വീഡിയോസ്, ചാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നലുകൾ കണ്ടെത്തുന്നതല്ല, കൺഫ്ലുവൻസ് ആണ്. പല ഘടകങ്ങൾ മുൻതൂക്കം കൊടുക്കുക. അതായത് ഒന്നിലധികം ഘടകങ്ങൾ വെച്ച് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് ഒരു ശക്തമായ ട്രേഡിംഗ് സിസ്റ്റമാണ് പ്രൈസ് ആക്ഷനും മാഗ്ഡിയും കൂടെ ഒരുമിപ്പിക്കുന്നത്. അതായത് വളരെ വലിയ ടോപ്പ് ട്രേഡേഴ്സ് ഉപയോഗിച്ച പല ട്രേഡിംഗ് സിസ്റ്റത്തിലും പ്രൈസ് ആക്ഷനും മാഗ്ഡിയും കോറായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഡീപ്പായിട്ട് അങ്ങോട്ട് നോക്കാം. പ്രധാന പാഠം ക്ഷമ. നമ്മുടെ കൃത്യമായ ട്രേഡിംഗ് സെറ്റപ്പിനും എല്ലാ കൺഫർമേഷനും വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. ട്രേഡുകൾക്ക് പിന്നാലെ പോകാതെ എല്ലാ സിഗ്നൽസിനും കൺഫർമേഷനും വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന് എൻട്രി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചാർട്ട് റീഡ് ചെയ്ത് വേറെ എൻട്രി എടുക്കുക. അല്ല നമ്മളൊരു ചാർട്ട് റീഡ് ചെയ്തിട്ട് അതിൽ തന്നെ നമ്മൾ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. എൻട്രി എടുത്താൽ മാത്രം പോരാ, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയും നമ്മളെ പ്രൈസ് ആക്ഷനും മാഗ്ഡിയും സഹായിക്കും. പ്രോഫിറ്റ് ബുക്കിംഗ്. നിങ്ങളുടെ ട്രേഡ് പ്രോഫിറ്റിൽ പോവുകയാണ്. അപ്പോ റെസിസ്റ്റൻസ് ലെവലിൽ ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ, അതായത് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ബിയറിഷ് എൻഗൾഫിംഗ്, ഇതുപോലത്തെ ഏതെങ്കിലും കാൻഡിൽ സ്റ്റിക് പാറ്റേൺ രൂപപ്പെട്ടു എന്ന് കരുതുക. ഇത് മാർക്കറ്റിൽ വിൽക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ എത്തുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. അതായത് മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ള സാധ്യതയാണ്. മാഗ്ഡി കൺഫർമേഷൻ. മാഗ്ഡി സിഗ്നൽ ലൈൻ ക്രോസ് ഓവർ ചെയ്യുകയും ഹിസ്റ്റോഗ്രാം നെഗറ്റീവായിട്ട് നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് സിഗ്നലാണ്. ഈ രണ്ട് സിഗ്നലുകളും ഒരുമിച്ച് വരുന്നത് ഒരു സ്ട്രോങ് കൺഫർമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ള സാധ്യതയാണ് ഇത്. നമുക്കിത് ചാർട്ടിൽ നോക്കാം. പുറത്തു കടക്കാനുള്ള തന്ത്രം. ഇനി നമ്മുടെ ലക്ഷ്യം എൻട്രിക്കും സ്റ്റോപ്പിനും പോലെ ടാർഗറ്റിനും യുക്തിസഹമായ ഒരു അടിസ്ഥാനം വേണം. അല്ലാതെ ഒരു റാൻഡം പോയിന്റ് ആകരുത്. അതായത് വില മുൻപ് പ്രതികരണം കാണിച്ച സ്ഥലം, അതായത് റെസിസ്റ്റൻസ് ലൈൻ അല്ലെങ്കിൽ സിം ഹൈ, ഇതേപോലത്തെ ഏരിയ. അതായത് റെസിസ്റ്റൻസ് ലൈൻ അല്ലെങ്കിൽ സിം ഹൈ നമ്മൾ നേരത്തെ നോക്കിയതാണ്, എന്നാലും ഒന്നുകൂടെ ക്ലാരിഫൈ വരുത്താനാണ്. അതായത് സപ്ലൈ സോണുകൾ അല്ലെങ്കിൽ ഡിമാൻഡ് സോണുകൾ. നമ്മൾ ട്രേഡ് എൻട്രി ഏത് ദിശയിലോട്ടാണ് എടുക്കുന്നത് അതിനനുസരിച്ച് സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ, അതായത് റെസിസ്റ്റൻസ് ലൈൻ അല്ലെങ്കിൽ റിവേഴ്സ് സിം ഹൈ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കണ്ട, ഈ സിം ഹൈ ഏരിയ, ഇവിടെ നമുക്ക് ടാർഗറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം.
അല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് നമുക്ക് സിം ഹൈ അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകൾ ഫിക്സ് ചെയ്യാം. അവിടെ നമുക്ക് ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എക്സിറ്റ് ആവുകയോ ട്രേഡിൽ നമുക്ക് വേറെ ലെഗ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ അസറ്റിന്റെ എണ്ണം കൂട്ടുകയോ നമുക്ക് ട്രേഡ് നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രേഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. കോൺട്രാക്റ്റുകൾ ആഡ് ചെയ്യും, നമുക്ക് സെല്ല് ചെയ്യും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻട്രി എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആദ്യം ഫിക്സ് ചെയ്തിരിക്കണം, അതേപോലെ ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ റെസിസ്റ്റൻസിലുള്ള കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നമ്മൾ ബൈ ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയാണോ തിരഞ്ഞെടുത്തത് അതുപോലെ നമ്മൾ എക്സിറ്റിനും നമുക്ക് സിഗ്നൽസ് മാർക്കറ്റ് തരും. അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതായത് ഇവിടെ നോക്കിക്കോ, ഇവിടെ ഈ റെസിസ്റ്റൻസ് ലൈനിൽ ഈ ഏരിയയിൽ ചരിത്രപരമായി ഒരുപാട് പേര് ആ മാർക്കറ്റിൽ വിൽക്കാൻ എത്തിയ സ്പേസ് ആണ്. അതായത് അവിടെ ഒരുപാട് പേര് മാർക്കറ്റിൽ വിൽക്കാൻ ആ സ്പേസിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ റെസിസ്റ്റൻസ് സോൺ ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായിട്ട് അവിടെ കൺസോൾഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൈസ് റിവേഴ്സ് ചെയ്യാനോ ഉള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവിടെ നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. ഇനി നമ്മുടെ മാഗ്ഡി ഇൻഡിക്കേറ്റർ ഇതിനെ എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പം മാഗ്ഡി സിഗ്നൽ ലൈൻ, മാഗ്ഡി ഫാസ്റ്റ് ലൈൻ, സ്ലോ ലൈനിലെ അകലം കുറഞ്ഞ് അടുത്ത് വരുന്നത് നമുക്ക് കാണാം. ഹിസ്റ്റോഗ്രാം, മാഗ്ഡി ഹിസ്റ്റോഗ്രാം ബാറുകൾ വലുപ്പത്തിൽ ചുരുങ്ങുന്നതും കാണാം. അതായത് കണ്ടോ, ഇവിടെ കണ്ടോ, ആ ഒരു ആക്സലറേറ്റ് ആയുള്ള മൂവ്മെന്റ് കഴിയുമ്പോൾ മാഗ്ഡിയിൽ നമുക്കത് ബാറുകളുടെ വലിപ്പം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളെ പ്രൈസ് ആക്ഷനെ നമ്മളെ മാഗ്ഡി പിന്തുണയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റിന് മുകളിലോട്ടുള്ള നീക്കം ഈ മാഗ്ഡിയിൽ നോക്കി അറിയാം. അപ്പൊ ഈ പോയിന്റ് നമ്മളെ ടാർഗറ്റ് ഫിക്സ് ചെയ്ത പോയിന്റിൽ മാഗ്ഡി നമുക്ക് കാണിച്ചു തരികയാണ് ഈ പോയിന്റിന് മുകളിൽ നീങ്ങാനുള്ള സാധ്യത കുറയുകയാണെന്നും ഇവിടെ ലാഭം എടുക്കുന്നത് വിവേകപരമായ തീരുമാനമാണെന്നും ഇത് നമ്മളോട് പറയുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അത് വാച്ച് ചെയ്യുക. കൃത്യമായിട്ട് നമ്മൾ സിഗ്നൽസ് കിട്ടുമ്പോൾ എക്സിറ്റ് ആവുക. ഇത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ 1 ഡേ ചാർട്ടിലാണ് റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് 4 hours ചാർട്ടോടെ റീഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് എൻട്രി എടുക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് ട്രേഡ് ബാലൻസ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഒത്തിരി സമയമുണ്ട്. 3 ദിവസം മുതൽ ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ സ്വിംഗ് റാലികൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 10 ദിവസം വരെ നീങ്ങാം. ബ്രേക്കൗട്ട്, നല്ല ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 3 ദിവസത്തിൽ എക്സിറ്റ് ആവാം, ചിലപ്പോൾ 4 ദിവസം 5 ദിവസം. അപ്പൊ നമുക്ക് ടൈമുണ്ട്. ടാർഗറ്റിനകത്ത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്കിത് ബാലൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ നന്നായിട്ട് റീഡ് ചെയ്യും. മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങളുടെ ട്രേഡ് നിങ്ങൾക്ക് അനുകൂലമായി വന്നില്ലെങ്കിൽ എവിടെ എക്സിറ്റ് ചെയ്യണം? എൻട്രി എടുത്തപ്പോൾ നമ്മൾ നിശ്ചയിച്ച സ്റ്റോപ്പ് ലോസ് ലെവൽ ഹിറ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം. പ്രൈസ് ആക്ഷന്റെയും മാഗ്ഡിയുടെയും സിഗ്നലുകൾക്ക് വിപരീതമായി മാർക്കറ്റ് നീങ്ങുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ബൈ എൻട്രി എടുത്തു, പക്ഷെ മാഗ്ഡി സിഗ്നൽ ക്രോസ് ഓവർ മാറുകയും പ്രൈസ് ആക്ഷൻ ബിയറിഷ് പാറ്റേൺ രൂപപ്പെടുകയും ചെയ്താൽ ടോപ്പ് ലോസിന് മുന്നേ എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് നഷ്ടം കുറയ്ക്കാൻ സാധിക്കും. അതായത് സ്റ്റോപ്പ് ലോസിന് മുന്നേ നമുക്ക് നഷ്ടം കുറയ്ക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ചാർട്ടിൽ ഒന്ന് നോക്കാം. സ്റ്റോപ്പ് ലോസ് ഏത് ട്രേഡിന്റെയും ഏറ്റവും പ്രധാന ഭാഗത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് സ്റ്റോപ്പ് ലോസ്. ട്രേഡിങ്ങിന്റെ മൂലധനം സംരക്ഷിക്കാനുള്ള ഒരു നിർണായക പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ്. ഇത് ഒരു റാൻഡം പോയിന്റ് അല്ല, യുക്തിസഹവും മാർക്കറ്റിന്റെ ഘടനയെ സപ്പോർട്ട് ചെയ്യുന്നതുമായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് നോക്കാം. അതായത് നമ്മുടെ ട്രേഡ് എൻട്രിക്ക് ശേഷം ബുള്ളിഷ് അല്ലെങ്കിൽ ബിയറിഷ്, നമ്മൾ ഏത് കണ്ട സ്റ്റോക്കിലാണെങ്കിൽ ബുള്ളിഷ് അല്ലെങ്കിൽ ഓപ്ഷനിലാണെങ്കിൽ ബുള്ളിഷ് ആണെങ്കിൽ ബിയറിഷ് ആണെങ്കിലും നമുക്ക് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രേഡ് എൻട്രിക്ക് ശേഷം നമ്മുടെ യഥാർത്ഥ ട്രേഡ് ആശയത്തിനെ അസാധുവാക്കുന്ന, അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ, പ്രൈസ് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, പാറ്റേൺസ് എല്ലാം വെച്ച് നമ്മളൊരു ട്രേഡ് ആശയം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രേഡ് ആശയത്തിനെ അസാധുവാക്കുന്ന ഒരു ലെവലിന് താഴെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യേണ്ടത്. അതായത് സപ്പോർട്ട് ഏരിയ, സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ക്യാൻഡിൽ, കൺഫർമേഷൻ ക്യാൻഡിലിന്റെ ഏറ്റവും ലോ അല്ലെങ്കിൽ ഹൈ, മുകളിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുന്നെങ്കിൽ ഹൈ, അതേപോലെ താഴെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കണമെങ്കിൽ കൺഫർമേഷൻ ക്യാൻഡിലിന്റെ താഴെ
അപ്പോൾ അതാണ് പ്രധാന കാര്യം. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ആശയത്തിന് പുറത്തുള്ള ഒരു സ്ഥലമായിരിക്കണം സ്റ്റോപ്പ് ലോസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെയാണ് എൻട്രി എടുത്തെന്ന് നോക്കിയ ഈ പോയിന്റിൽ. അപ്പോൾ ഈ പോയിന്റിന് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നു, ഈ സപ്പോർട്ട് ലൈനിന് താഴെ അല്ലെങ്കിൽ ഈ കൺഫർമേഷൻ ക്യാൻഡലിന് താഴെ നമ്മൾ വെക്കുന്നു. അപ്പൊ ആ പോയിന്റിന് താഴോട്ട് പ്രൈസ് നീങ്ങുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞ, അതായത് നമ്മളെ പ്രൈസ് ആക്ഷൻ ഇൻവാലിഡേഷൻ ലെവലാണത്. അപ്പൊ നമ്മൾ അവിടെ വാലിഡ് അല്ല. ഇനി നമുക്കിത് മാഗ്ഡി എങ്ങനെയാണ് നമ്മൾ ഇത് കൺഫേം ചെയ്യുന്നത് നോക്കാം. നമ്മൾ ട്രേഡ് എൻട്രി എടുത്തു, പക്ഷേ മാർക്കറ്റിന്റെ കണ്ടീഷൻ മാറുകയും, ഇപ്പോൾ ബുള്ളിഷ് ഈ ഭാഗത്താണെങ്കിൽ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടിട്ടാണ് എടുത്തത്, പെട്ടെന്ന് അടുത്ത ക്യാൻഡിൽ ബീറിഷ് ക്യാൻഡിൽ രൂപപ്പെടുകയും ഹിസ്റ്റോഗ്രാം നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാർ സീറോ ലൈനിന്റെ താഴോട്ട് നീങ്ങാൻ തുടങ്ങുകയാണ്, അതായത് മൊമെന്റം കുറയണതിന്റെ സിഗ്നലാണ്, അവിടെ ബാറുകൾ കാണുകയും നമ്മുടെ പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാം സ്റ്റോപ്പ് ലോസിന് മുന്നേ നമുക്ക് എക്സിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ ആണെങ്കിലും, അതായത് സപ്ലൈ സോൺ ആണെങ്കിലും ഡിമാൻഡ് സോൺ ആണെങ്കിലും, അവിടെ നമ്മുടെ കൺഫർമേഷൻ സിഗ്നലുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിന് മുന്നേ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ആവാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഓർക്കുക, സ്റ്റോപ്പ് ലോസ് തെറ്റു പറ്റുന്നതിനെ കുറിച്ചുള്ളതല്ല, അത് സ്മാർട്ടും അച്ചടക്കവും ക്യാപിറ്റൽ, നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിനെ സംരക്ഷിക്കുന്നതിനെയും കുറിച്ചാണ്, അല്ലാതെ നമ്മൾ തെറ്റുന്നതിനെ കുറിച്ചുള്ളതല്ല. ഡിസിപ്ലിൻ ട്രേഡിങ്ങിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ഒരു സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യും, അത് പാലിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാനും അടുത്ത ദിവസം ട്രേഡ് എടുക്കാനും നിങ്ങളെ ക്യാപിറ്റലിനെ സംരക്ഷിക്കുന്നതും കൂടെയാണ്. വിന്നിങ് സ്ട്രാറ്റജി മസ്റ്റ് ഇൻക്ലൂഡ് ലൂസിങ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പല ട്രേഡുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ 1-2 ട്രേഡുകൾ തെറ്റിപ്പോകാം. അത് നമ്മൾ യുക്തിപരമായ തീരുമാനമാണ്, അല്ലാതെ മണ്ടന്മാർ മാത്രമേ വിചാരിക്കുകയുള്ളൂ നമ്മൾ എപ്പോഴും ശരിയായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് തെറ്റ് പോസിബിൾ ആണ്. അപ്പോൾ നമ്മളൊരു 10 ട്രേഡ് എടുത്തു, ചിലപ്പോൾ അതിൽ നമുക്ക് 1-2 ട്രേഡുകൾ മിസ്സാവും. അപ്പോൾ നമ്മളെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. റിസ്ക് ടു റിവാർഡ്. ഒരു ട്രേഡിൽ എത്ര പണം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണ്, അതുപോലെ എത്ര പണം കിട്ടാൻ സാധ്യതയുണ്ട്, ഇവ മുൻകൂട്ടി തീരുമാനിക്കുക. 1:2 അല്ലെങ്കിൽ 1:3 മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് 1 രൂപ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 2 രൂപയെങ്കിലും കിട്ടണം. അപ്പോൾ ഇതാണ് റിസ്ക് റിവാർഡ്. പൊസിഷൻ സൈസിങ്. ഇത് പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ അക്കൗണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിന്റെ എത്ര ശതമാനം ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാം എന്ന് തീരുമാനിക്കുക. അതായത് 1% അല്ലെങ്കിൽ 2%. ഇത് മാറാതെ നോക്കുക. ഈ ശതമാനം ഒരിക്കലും കൂടാൻ പാടില്ല. പിന്നീട് ഈ സ്ട്രാറ്റജി നിങ്ങളുടെ എൻട്രി സ്റ്റോപ്പ് വ്യത്യാസം, അതായത് നമ്മൾ എൻട്രി എടുത്തതും സ്റ്റോപ്പ് ലോസിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുക, അത് സ്റ്റോക്കിലാണെങ്കിലും ഓപ്ഷനിലാണെങ്കിലും. അവസാനമായി ഈ സ്ട്രാറ്റജിയും റിസ്ക് മാനേജ്മെന്റ് റൂൾസും ഡിസിപ്ലിൻ ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഈ സിങ്ക് ട്രേഡിംഗ് കംപ്ലീറ്റ് ഗൈഡിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാൻഡിൽ സ്റ്റിക്ക്, അതായത് ഇമ്പോർട്ടന്റ് ആയ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, മാർക്കറ്റിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന കുറച്ച് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്. പിന്നെ മാഗ്ഡി ഒന്ന് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. അത് ഞാൻ ഉടനെ വീഡിയോ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പഠിച്ചത് വെറും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റമാണ്. നിങ്ങൾ എന്തിനാണ് മാർക്കറ്റിൽ വരുന്നത്? ചെറിയ ലാഭങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കാനാണോ, അതോ മാർക്കറ്റിന്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കി അതിനെ വരുതിയിലാക്കി നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണോ? പ്രൈസ് ആക്ഷൻ മാർക്കറ്റിന്റെ പൾസ് തിരിച്ചറിയുന്നു. മാഗ്ഡി നിങ്ങളുടെ തീരുമാനങ്ങളെ കൺഫേം ചെയ്യുന്നു. ഈ അറിവ് ഇപ്പൊ നിങ്ങളുടെ കൈകളിലുണ്ട്. ഈ അറിവ് നിങ്ങളുടെ ട്രേഡിംഗിൽ പ്രാവർത്തികമാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ഫയർ നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയിൽ പുതിയൊരു വെളിച്ചം കൊണ്ടുവരാൻ ഈ വീഡിയോയ്ക്ക് കഴിയട്ടെ. കൂടുതൽ പവറുള്ള വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങൾ കമന്റായിട്ട് ചോദിക്കുക. ഓർക്കുക, നിങ്ങളുടെ സാമ്പത്തിക ഭാവി നിങ്ങളുടെ കൈകളിലാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.